പ്രിയ സുഹൃത്തുക്കളെ, സുപ്രഭാതം. അണ്ഡവും ബീജവും ഒരുമിച്ച് ചേരുന്നിടത്താണ് ജീവൻ അങ്കുരിക്കുന്നത്. അതാണ് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ജന്മദിവസം. അതുകൊണ്ട് ജന്മദിവസം പിറക്കുന്ന ദിവസമല്ല, ഉദരത്തിൽ ഉരുവാകുന്ന ദിവസമാണ്. ഉദരത്തിൽ ഉരുവാകുന്ന നിമിഷം മുതൽ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം വരെയും ജീവിതത്തിലെ വളർച്ച നടക്കുന്നുണ്ട് എന്നത് മറക്കാതിരിക്കുക. ഒന്ന്, എലിസബത്തിനെ സന്ദർശിക്കുന്ന മറിയത്തെ ബൈബിളിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുക. ശ്രീകൃഷ്ണൻ്റെ ഉപദേശം സുഭദ്രയോട് ഇതും വായിച്ച് മനസ്സിലാക്കുക. അവിടെ വയറ്റിൽ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്ന അഭിമന്യുവിനെ നമുക്ക് കാണാൻ സാധിക്കും. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ജീവിതത്തിൻ്റെ രണ്ടാമത്തെ സ്റ്റേജ് ജനിച്ചതിന് ശേഷം കുഞ്ഞുങ്ങളൊക്കെ മലർന്നാണ് കിടക്കുന്നത്. രണ്ട് കൈയും വിരിച്ച് രണ്ട് കാലും നേരെയാക്കി. അതിനുശേഷം കുഞ്ഞ് പതുക്കെ കവന്നു വീഴുകയും ഇരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ പതുക്കെ എഴുന്നേറ്റ് നടക്കും. അതിൻ്റെ കൈക്ക് പിടിച്ച് ചില മാതാപിതാക്കൾ നടത്താൻ പരിശ്രമിക്കും. നടത്തരുത്. കാരണം അവരുടെ കാലുകൾ വളയും. അവർക്ക് ഒറ്റയ്ക്ക് നടക്കാൻ പാകമാകുമ്പോഴേ കുഞ്ഞുങ്ങളെ എടുത്ത് നടത്തിക്കാവും. ഇനി അടുത്തത്, ഇവിടെ കുഞ്ഞുങ്ങളെ നമുക്ക് ഒച്ചിനോടോ ആമയോടോ ഒക്കെ ഉപമിക്കാം. കാരണം അതങ്ങനെ പതുക്കെ മാത്രമേ അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഉള്ളൂ. ആ പതുക്കെയുള്ള മൂവ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വളരെ പതുക്കെ വളരുന്നതുകൊണ്ടാണ് 10, 70, 80 വയസ്സ് വരെയൊക്കെ നമ്മൾ ജീവിക്കുന്നത്. 60 വയസ്സ് വരെ ആയുസ് പ്രകൃതിദത്തമായിട്ട് പോയാൽ അങ്ങനെ ജീവിക്കുന്നത്. രണ്ടാമത്തേത്, കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ കുരങ്ങന്മാരെ പോലെ എന്തിനോടും പ്രതികരിക്കും. ഏത് ചോദ്യവും ചോദിക്കും. കൈ കിട്ടുന്നതെല്ലാം എടുത്തെറിയും. അങ്ങനെ ചോദിക്കുന്ന പറയുന്ന അങ്ങനെ പ്രതികരിക്കുന്ന ഒരു സ്റ്റേജാണ് കുറച്ച് മുമ്പോട്ട് വരാൻ. എൻ്റെ 8ാം ക്ലാസ് വരെ. ഇനി 8ാം ക്ലാസ് അല്ല, 8 വയസ്സ് വരെയൊക്കെ എന്നെ ആലോചിച്ചുള്ളൂ. ഇനി ഒരു കാര്യം, 8 വയസ്സ് വരെ കുഞ്ഞുങ്ങളെ യാത്രയ്ക്കൊക്കെ കൊണ്ടുപോകുക. കാരണം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കട്ടെ. ചോദ്യത്തിനൊന്നും ഉത്തരം ഉണ്ടായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഉത്തരം കിട്ടുക എന്നുള്ളതല്ല, ചോദ്യം ചോദിക്കാൻ പ്രേരിപ്പിക്കുക. വർണ്ണ വൈവിധ്യമുള്ള കാഴ്ചകൾ കാണാനും കടൽ കാണാനും ആനയെ കാണാനും ഒക്കെ കൊണ്ടുപോകും. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കുതിരയുടെ സ്റ്റേജ്. ഇവിടെയാണ് യൗവനത്തിലേക്ക് കുഞ്ഞുങ്ങൾ എത്തുന്നത്. യൗവനത്തിൽ കുതിരശക്തിയെ നമുക്ക് പിടിച്ചു കിട്ടാൻ സാധിക്കത്തില്ല. അവനവൻ്റെ ചിന്തയ്ക്ക് സ്വതന്ത്രമായി പോവുക, സ്വതന്ത്രമായി വീട്ടിൽ കുത്തിയിരിക്കുക, സെക്സിനോടൊക്കെ താല്പര്യം ഉണ്ടാകുക, ശരീരത്തിൻ്റെ വളർച്ച ഉണ്ടാകുക. കുതിരശക്തിയാണ്. ഇവിടെയാണ് അവൻ്റെ ശക്തിയെ നേരിൻ്റെ വഴിക്കും ധർമ്മവും നേരും ഒക്കെ അവനവൻ ആശ്രയമാണ്. പക്ഷെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അവൻ്റെ സ്വതസിദ്ധമായ ശക്തിയെ നന്മയ്ക്ക് വേണ്ടി തിരിച്ചുവിട്ടാൽ ഇവിടെ കുതിരശക്തി നന്മയായിത്തീരും. ഇവിടെ തെറ്റുകളിലേക്കും നന്മകളിലേക്കും പോകാൻ ഒരുപാട് സാധ്യതയുള്ള സമയമാണ് ഈ കുതിരശക്തി. അതാണ്ട് 25 വയസ്സ് വരെ പോകുന്നു വെച്ചോ. പെൺകുട്ടിയും 18 വയസ്സ് വരെയും 21 വയസ്സ് വരെ ആൺകുട്ടിയുമാണ് അവൻ്റെ വളർച്ച. അതിനുശേഷം പിന്നെ ശാരീരിക വളർച്ചയുള്ള കുറവായിരിക്കും. ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ടാവാം. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കഴുതയുടെ സ്റ്റേജാണ്. ഏതാണ്ട് 25 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുടുംബഭാരം നമ്മുടെ ശിരസിലേക്ക് കയറുക. മക്കളായി, ഭർത്താവായി, ഭാര്യയായി, കുടുംബത്തെയൊക്കെ നോക്കി മുന്നോട്ട് പോകണം. അധ്വാനിക്കും, വീട് വെക്കണം. ഇങ്ങനെ പോകും ഈ കഴുത സ്റ്റേജ്. ഇങ്ങനെ ചുമന്നുകൊണ്ട് തോളത്തു കനം തൂങ്ങും പണ്ഡിതൻ തണ്ടും പേരി കാളകൾ മന്ദം നടന്നു നീങ്ങിടുന്നു പറഞ്ഞ പോലെ ഇങ്ങനെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളേക്ക് എടുത്തുകൊണ്ട് ഒറ്റപ്പോക്ക ഇങ്ങനെ പോവുക. ഉന്തിയും തള്ളിയൊക്കെ പതുക്കെ തട്ടിയും മുട്ടിയൊക്കെ മുമ്പോട്ട് പോകും. ഇവിടെ കല്യാണം കാണും, വീട് വെപ്പ് കാണും, മറ്റുള്ളവരുടെ കല്യാണത്തിന് പോകേണ്ട ഒരു അടുത്ത സ്റ്റേജാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. 50 കഴിഞ്ഞാൽ എന്നിട്ട് പട്ടിയുടെ അവസ്ഥയാണ്. എന്നുവെച്ചാൽ മക്കളൊക്കെ ആയി, അവരും കൊച്ചുമക്കളൊക്കെ ആയി വരുന്നു. പിന്നെ നമ്മളൊരു സ്റ്റേജിൽ ഇങ്ങനെ ഒരു തൂണിലൊക്കെ എന്ന് വെച്ചാൽ വേണമെങ്കിൽ അത് 60 വരെ പോയാൽ അങ്ങനെ പോകാം. 60 കഴിഞ്ഞ് കണ്ടാൽ മതി ഇപ്പോഴത്തെ ഒരു കാലഘട്ടം. അത് കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ സ്റ്റേജാണ്. അവർ കൊണ്ടുതരും, നമ്മൾ കഴിക്കാൻ സാധിക്കുന്നത് കഴിക്കുന്നു. അവിടെ കിടക്കുക ഇങ്ങനെ ചുറ്റുവട്ടത്തിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു കയറിന് എത്രത്തോളം നീളമുണ്ടോ അത്രത്തോളം കരുത്ത് കിട്ടിയാൽ നമുക്ക് അങ്ങോട്ട് പോകാനൊക്കത്തുള്ളൂ. അടുത്ത സ്റ്റേജാണ് മൂങ്ങയുടെ സ്റ്റേജ്. കേൾക്കില്ല പലതും. 65-70 ആകുമ്പോഴത്തേക്ക് കണ്ണൊക്കെ കാഴ്ച പറയും. മൂങ്ങയുടെ സ്റ്റേജ്. പക്ഷെ മൂങ്ങയ്ക്ക് കാഴ്ച നല്ലതാണ്. അതിൻ്റെ കരുത്ത് വന്നിട്ട് ചലിക്കാൻ സാധിക്കും. പക്ഷേ മൂങ്ങ ഇങ്ങനെ മൂളിക്കൊക്കെ എന്താ പറഞ്ഞേ ചോദിക്കും. ആ സ്റ്റേജിലെത്തും. ഇനിയും അടുത്ത സ്റ്റേജ് മരണമാണ്. ഈ മരണത്തിൻ്റെ സ്റ്റേജ് ഒന്നും മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. മരണത്തിൻ്റെ സ്റ്റേജിൽ മാത്രമേ നിങ്ങളുടെ മുഖത്തേക്ക് എല്ലാവരും നോക്കി നിൽക്കുകയുള്ളൂ. ബാക്കിയുള്ളവരെ നിങ്ങളാണ് നോക്കുന്നത്. കണ്ണടഞ്ഞ് കിടക്കുകയാണെങ്കിലും നിങ്ങളുടെ ദൃഷ്ടിയും നിങ്ങളുടെ മുഖവും മുകളിലേക്കും ബാക്കിയുള്ളവരുടെ മുഖം താഴേക്കുമാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് ചെറുപ്പത്തിലെ മനസ്സിലാക്കിയിരുന്നത് നല്ലതാണ്. കാരണം വലിയ അഹങ്കാരമൊന്നും വരത്തില്ല. എന്നിട്ട് യൗവനത്തിലെ നമ്മളെ തിരിച്ചറിഞ്ഞാൽ വാർദ്ധക്യത്തിൽ വരെ നമ്മൾ അഹങ്കരിക്കത്തില്ല. അതുകൊണ്ടാണ് മഹാനായ അലക്സാണ്ടർ ഞാൻ ഈ ലോകത്തിലൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് പഠിപ്പിക്കാൻ എൻ്റെ 2 കൈകളും പുറത്തേക്ക് ഇട്ടുക. പ്രിയ സുഹൃത്തുക്കളെ, ഇതിനെ പിയാഷയുടെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ട്. പ്രീനാറ്റൽ സ്റ്റേജ് ഉണ്ട്, സെൻസറി മോട്ടോർ സ്റ്റേജ് ഉണ്ട്, പിന്നെ പ്രീ ഓപ്പറേഷണൽ കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇങ്ങനെ അത് വേറെ ദിവസം പറഞ്ഞത് സൈക്കോളജിക്കകത്ത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം.
ഇന്ന് നിങ്ങൾ പ്രത്യേകമായിട്ട് നിങ്ങളുടെ യൂണിവേഴ്സൽ ഡിസൈറിലൊരു കാര്യം ആഗ്രഹിക്കണം. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സാധിക്കണം. കുറച്ച് സാമ്പത്തികമാണ്, നിങ്ങളാരും തരണമല്ലോ. പക്ഷേ നിങ്ങളുടെ ഡിസയർ എനിക്കത് പോസിറ്റീവായിട്ട് ബാധിക്കും. പോസിറ്റീവായിട്ട് ബാധിക്കില്ല, എനിക്കത് നന്മയായിത്തീരും. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സൽ ഡിസയർ, ആ ഒരു ഡിസയർ എൻ്റെ ആ ഒരു ഡിസയർ സാധിച്ച് ഞാൻ എപ്പോഴും പറയുന്നത്, പുട്ട് യുവർ ഡിസയർ ഇൻ ദ യൂണിവേഴ്സൽ ഡിസയർ. അത് സാധ്യതമാകും. അത് സാമ്പത്തികമൊന്നുമല്ല, ഏത് കാര്യം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്താഗ്രഹിക്കുന്നുവോ അത് നിങ്ങളുടെ അടുത്ത് എത്തിച്ചിരും. നന്മയുള്ള നല്ല ദിവസം അല്പം നീണ്ടുപോയി. ജോൺസൺ കരൂർ.